ഇന്ന് സാറ്റർഡേ അല്ലേ, അപ്പോൾ സ്കൂളില്ല. അപ്പോൾ ചെറിയൊരു പണി ചെയ്യാമെന്ന് വെച്ചു. കുറച്ച് പുളി ഉണക്കിയെടുക്കണമായിരുന്നേ. അത് നമ്മുടെ ഇരുമ്പം പുളിയില്ലേ, പുളിഞ്ചിക്ക, അതാണ് സംഭവം. അപ്പോൾ അമ്മ ഇന്നലെ അത് കുറച്ച് ഉണക്കിയതാണ്. എന്നാലും അതിനകത്ത് ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആക്കി ഇത് വെച്ചില്ലെങ്കിൽ അത് പെട്ടെന്ന് കേടായിപ്പോവും, പൂപ്പൽ വന്നു പോവും. അപ്പോൾ അതൊന്ന് ഉണക്കിയെടുക്കാമെന്ന് വെച്ചാൽ ആദ്യം മുറ്റത്തിടാമെന്നാണ് വെച്ചത്. പിന്നെ ഓർത്ത് വേണ്ട, മുറ്റത്താണെങ്കിൽ 2 മാവ് നിൽപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇത് വരുന്നതുകൊണ്ടേ, ഷെയ്ഡ് വരുന്നതുകൊണ്ട് ശരിയാകത്തില്ലെന്ന് പറഞ്ഞ് നേരെ ടെറസിൽ കയറി. അപ്പോൾ അവിടെയാണെങ്കിൽ നന്ന അടിപൊളിയായിട്ട് ഡ്രൈ ആക്കി നമുക്ക് എടുക്കാമല്ലോ. എൻ്റെ അമ്മയാണെങ്കിൽ അച്ചാറിൻ്റെ ആളാണ്, എപ്പോഴും അച്ചാറുണ്ടാക്കും. ചില അച്ചാറൊക്കെ അടിപൊളിയായിരിക്കും കഴിക്കാൻ, ചിലതൊക്കെ അങ്ങ് ഫ്ലോപ്പായിരിക്കും കേട്ടോ. അത് ഫ്ലോപ്പാകുന്നത് അമ്മ മനഃപൂർവ്വം ഫ്ലോപ്പാക്കുന്നതാണ് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ ചേർക്കുന്നതിൽ പിശുക്ക് തരം കാണിക്കും. അതിൽ എണ്ണയ്ക്ക് പകരം വെള്ളമായിരിക്കും കൂടി നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ അങ്ങ് അഴുക്കായിപ്പോവും. അതിപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും അതങ്ങ് അഴുക്കായിപ്പോവും. ചിലതൊന്നും അമ്മ നല്ല അടിപൊളിയായിട്ട് എണ്ണ മാത്രം ചേർത്തുണ്ടാക്കും. അപ്പം ഞാനതൊന്ന് ഒരെണ്ണം എടുത്ത് കഴിച്ച് നോക്കി കേട്ടോ. നല്ല ഉപ്പൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ടിരിക്കുക, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ മുരിങ്ങ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊന്നും ഇങ്ങനെയില്ലായിരുന്നു കേട്ടോ. അവിടെ ഇവിടെയൊക്കെ മാത്രമേ മുരിങ്ങയ്ക്ക പിടിച്ചിട്ടുള്ളായിരുന്നു. ഇപ്രാവശ്യം അത് തിങ്ങി നിറഞ്ഞുണ്ടായിട്ടുണ്ട്. അപ്പം ഞാനും മേളിലൊക്കെ കയറുമ്പം 2-3 എണ്ണമൊക്കെ എടുത്തുകൊണ്ട് വന്ന് മുരിങ്ങയ്ക്ക തീയൽ, അതുപോലെ അവിയൽ, പിന്നെ നമ്മുടെ തോരൻ, ഇതൊക്കെ ഉണ്ടാക്കും. പിന്നെ നമ്മുടെ ഒരു ചേച്ചിയാണ് പറഞ്ഞ് ഈ മുരിങ്ങയ്ക്ക കൊണ്ട് നമ്മൾ മീൻകറി വെക്കില്ലേ, ഈ തേങ്ങ അരച്ച് അതുപോലെ ചെയ്യാം, നല്ല ടേസ്റ്റാണ്. ഞാനത് ചെയ്ത് നോക്കി, അടിപൊളി സംഭവമായിരുന്നു കേട്ടോ, ഭയങ്കര ടേസ്റ്റായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചു അവിടെ അങ്ങ് ഇരിക്കാമെന്ന്. അവിടെ കുറേ നേരം ഇരുന്നിട്ടേ പുളിയൊക്കെ നല്ലപോലെ ഉണക്കി എടുത്തുകൊണ്ട് പോകാമെന്ന് വെച്ചു. പിന്നെയും മനസ്സ് പറഞ്ഞു വേണ്ട, നീ അങ്ങ് പൊയ്ക്കോ, നീ പോയിട്ട് കുറച്ച് കഴിഞ്ഞ് കയറി വന്നാൽ മതിയെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ഞാനിങ്ങനെ ഇറങ്ങി പോന്നു. പിന്നെ ബാക്കി ജോലിയൊക്കെ കഴിഞ്ഞ് പതുക്കെ പോയി പുളി എങ്ങനെയായെന്ന് നോക്കാമെന്ന് വെച്ചു. ചെന്നപ്പോഴേക്കും നല്ലതായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വെള്ളമയമൊക്കെ മാറി നല്ലതായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പം നേരെ അത് മടക്കി കെട്ടി ഭദ്രമായിട്ട് അമ്മയെ ഏൽപ്പിക്കുക. ബാക്കിയുള്ള കാര്യം അമ്മ നോക്കിക്കോളും. പിന്നെ കുറച്ച് തുണി ഉണക്കാനിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നല്ലതായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി അതും എടുത്തുകൊണ്ട് പോകണം. ഇനി പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല. ഇനി വേറെ പണിയൊന്നുമില്ല. ഇനി വീട്ടിൽ പോയി വെറുതെ ഇരിക്കാം.